രാവിലെ തന്നെ യാത്ര പുറപ്പെടാണ്. തിരുവനന്തപുരം എയർപോർട്ട് എനിക്ക് പറഞ്ഞാൽ ചെക്കിൻ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാം. ഗേറ്റ് നമ്പർ 3 ആണ് തിരിച്ച് അതിലേക്ക് പോകാനായിട്ടിരിക്കുന്നു. പോകേണ്ടത് പ്രയാഗ്രാജിലേക്ക്. അപ്പോൾ യാത്രയും യാത്രാവിശേഷങ്ങൾ കൂടെ അപ്ഡേറ്റ് രാവിലെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. ട്രിവാൻഡ്രം ടു പ്രയാഗ്രാജ് ബാംഗ്ലൂരാണ് ഒരു ഹോൾട്ടുള്ളത്, കണക്ഷൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ. അപ്പോൾ അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ഇടയ്ക്ക് 2 നമ്മുടെ ഗേറ്റ്, അതിന് പെട്ടെന്ന് 28 ആക്കി. അത് 28 നിന്നാണ് 2 രണ്ടെന്ന് അങ്ങേറ്റത്താണ്. അപ്പോൾ അങ്ങേറ്റവും ഇങ്ങേറ്റവുമായിട്ട് അവിടേക്ക് തിരിച്ച് വീണ്ടും 28 വന്നു. ഫ്ലൈറ്റിൻ്റെ ഏതാണ്ട് നമ്മൾ കയറാനുള്ള സമയമൊക്കെ ആയിരിക്കുന്നു. ആ റഷിൻ്റെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ള സംഭവമാണ്. അത്യാവശ്യം ഭയങ്കര തിരക്കെന്നൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം നല്ല തിരക്കാണ്. പിന്നിലൊക്കെ നിറച്ച് ഫ്ലൈറ്റ് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗ്ലാസ് ആണ്, ശരിക്കും വാൾ കൊണ്ടൊന്നല്ല സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറം അവിടെ നിന്ന് വരുമ്പോൾ ഇതിനകത്തിരിക്കുന്നവരെയും കാണാം, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തുള്ളതും കാണാൻ പറ്റും. ശരിക്കും ആ വ്യൂ ഒക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അകത്ത് നമ്മുടെ എയർപോർട്ടിൻ്റെതായ കഠിനമായ തണുപ്പ്, കഠിനമെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഞാൻ ഫെറ്റർ കേട്ടിട്ടുണ്ട്. കാരണം ട്രിവാൻഡ്രത്തിൻ്റെ കേരളത്തിൻ്റെ പ്രത്യേക വെതറിൽ നിന്ന് വന്നിട്ട് പ്രത്യേകിച്ച് നമുക്ക് തണുപ്പ് പെട്ടെന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അല്പപ്രാണികളെ പോലെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് ചോദിക്കും, ഈ അതിശൈത്യമുള്ള മധ്യപ്രദേശ് അല്ലെങ്കിൽ ഉത്തർപ്രദേശിലും ഒക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? ഇപ്പോൾ പോകാൻ പോകുന്നത് UP-യുടെ നല്ല രാത്രിയിൽ നല്ല തണുപ്പും പകല് നല്ല ചൂടുമുള്ള ഒരു വെതറിലേക്കാണ് ചെന്നിറങ്ങാൻ പോകുന്നത്. എന്ത് തന്നെയായാലും മഹാകുംഭമേള എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പോലും പ്രതീക്ഷിച്ചില്ല, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഒന്ന് എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് ഈശ്വരൻ്റെ സഹായം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുരുഷായുസിൽ ആഗ്രഹിക്കാൻ പറ്റുമോ എന്ന് എന്നെ സംബന്ധിച്ചിട്ടാണ്, മറ്റുള്ളവരുടെ കാര്യം പറയും. അങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം പോലെ ഒരു സോളോ ട്രിപ്പായിട്ടാണ് ശരിക്കും പ്രയാഗ്രാജിലേക്കുള്ള യാത്ര പോകുന്നത്. അപ്പോൾ ആ യാത്രയ്ക്ക് വരുന്ന തടസ്സങ്ങളെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളെന്നോ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ബുദ്ധിമുട്ടുണ്ടെന്നല്ല അതിനർത്ഥം. എന്തെങ്കിലും വിഷമം വന്നാൽ പോലും അതൊരു വിഷമം എടുത്തു തോന്നില്ല. കാരണം അവിടെ പ്രയാഗ്രാജ് എന്ന് പറയുന്ന മഹാകുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറയുന്ന അമൃത സ്നാനത്തിന് എത്തിച്ചേരാൻ പറ്റുക എന്ന് പറയുന്നത്, ത്രിവേണി സംഗമത്തിൻ്റെ അടുത്ത് എത്താൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു ജന്മ സൗഭാഗ്യം എന്ന് അതിലപ്പുറം എനിക്ക് പറയാനൊരു വേർഡില്ല. അപ്പോൾ ഹര മഹാദേവ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാഗ്രാജിലേക്കുള്ള യാത്രാമധ്യേ ബാംഗ്ലൂരിൽ നിന്നും ശിവകുമാരി തൽക്കാലം കഴിഞ്ഞു. ബാക്കി വിശേഷങ്ങളോടെ നമുക്ക് ഉടനെ അപ്ഡേറ്റ് ചെയ്യാം.